ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലൊന്ന്, ലക്ഷക്കണക്കിന് നിക്ഷേപകരുടെ വിശ്വസ്തമായ മാർക്കറ്റ് ലീഡർ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെറും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അല്ല, മറിച്ച് 13 മില്യണിലധികം യൂണിക് ഇൻവെസ്റ്റേഴ്സും 23 മില്യണിലധികം ലൈവ് അക്കൗണ്ട്സും കൈകാര്യം ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പവർ ഹൗസ് ആണ്. ഇക്വിറ്റിയിൽ മാത്രം വമ്പൻ ആധിപത്യമുള്ള അസറ്റ് മാനേജ്മെന്റ് ഇൻഡസ്ട്രിയുടെ ഗതി നിശ്ചയിക്കുന്ന ആ സ്ഥാപനം ഇന്ത്യക്കാരുടെ സേവിങ്സ് ഫിനാൻഷ്യൽ അസറ്റുകളിലേക്ക് മാറുമ്പോൾ അതിന്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്ന കമ്പനി. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് HDFC AMC, അതായത് HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി. വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. AUM-ലും ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ ഒന്നാണ് HDFC AMC. ഇക്വിറ്റി, ഡെപ്റ്റ്, ലിക്വിഡ്, ഹൈബ്രിഡ്, പാസീവ് എന്നിങ്ങനെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ മാനേജ് ചെയ്യുന്നതോടൊപ്പം സമ്പന്നരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ്, സെഗ്രഗേറ്റഡ് അക്കൗണ്ട്സ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്നിവയും ഇവർ നൽകുന്നുണ്ട്. റീറ്റെയിൽ സൈഡ് നോക്കുമ്പോൾ 13 മില്യണിലധികം യൂണിക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ്, 23 മില്യണിലധികം ലൈവ് അക്കൗണ്ട്സ്, ഇന്ത്യയിൽ ഉടനീളം 280ഓളം ഓഫീസുകൾ, ഏകദേശം 95,000 ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ്. ഇത്ര വലിയൊരു ശൃംഖലയാണ് HDFC AMCക്കുള്ളത്. ഇതിനു പുറമെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫാമിലി ഓഫീസസ്, പ്രൊവിഡന്റ് ഫണ്ട്സ്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് എന്നിവർക്കായി PMS, AIFs, ഗിഫ്റ്റ് സിറ്റി സബ്സിഡറി എന്നിവയിലൂടെയും ഇവർ സേവനം നൽകുന്നു. ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾക്ക് അപ്പുറം ഉയർന്ന ഫീസും കസ്റ്റമൈസ്ഡ് ഓഫറുകളുമുള്ള AIF, PMS, പ്രൈവറ്റ് ക്രെഡിറ്റ് പോലുള്ള ബിസിനസ്സുകളിലേക്ക് കമ്പനി വളരുകയാണ്. സ്ട്രാറ്റജിക്കലായി നോക്കിയാൽ HDFC AMC ഹെവി ഇക്വിറ്റി ഫോക്കസ്ഡ് ആണ്. ഇവരുടെ ക്വാർട്ടർലി ആവറേജ് AUM-ന്റെ ഏകദേശം 65% ഇക്വിറ്റി ഓറിയന്റഡ് സ്ട്രാറ്റജികളാണ്. ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ ഉയർന്ന ഈ ഇക്വിറ്റി ഷെയർ കമ്പനിയുടെ റവന്യൂ ഈൽഡ്സ് മികച്ചതാക്കാനും ഓപ്പറേറ്റിംഗ് ലിവറേജ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി നമുക്ക് HDFC AMCയുടെ ഏറ്റവും പുതിയ Q4 നോക്കുമ്പോൾ മാർക്കറ്റിൽ വലിയ രീതിയിൽ വോളറ്റൈൽ ഒരു ചോപ്പി ക്വാർട്ടർ ആയിരുന്നിട്ടും വളരെ സ്റ്റഡി ഓപ്പറേഷൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ക്വാർട്ടറിലെ ചില പ്രധാന കണക്കുകൾ നോക്കാം. AUM ഗ്രോത്ത് ആൻഡ് അസറ്റ് മിക്സ്. കമ്പനിയുടെ ആകെ ക്വാർട്ടർലി ആവറേജ് AUM ഏകദേശം 9.3 ട്രില്യൺ ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% വളർച്ചയാണ് കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇവരുടെ ഇക്വിറ്റി ടു നോൺ ഇക്വിറ്റി മിക്സ് ആണ്. ഇത് 65:35 എന്ന അനുപാതത്തിലാണ് നിൽക്കുന്നത്. ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ വളരെ മുന്നിലാണ്. മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടായ സമയത്തും SIP ലെഡ് പാർട്ടിസിപ്പേഷൻ കൃത്യമായി നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു. റീറ്റെയിൽ ഫ്രാഞ്ചൈസി സ്ട്രെങ്ത്. കമ്പനിയുടെ റീറ്റെയിൽ ടിൽറ്റ് കൂടുതൽ ശക്തമാവുകയാണ്. ഇൻഡസ്ട്രിയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള വിഹിതം ഏകദേശം 60% ആയിരിക്കുമ്പോൾ HDFC AMCക്ക് അത് 68%. മാർച്ച് 2026 മാത്രം 16 മില്യണിലധികം സിസ്റ്റമാറ്റിക് ട്രാൻസാക്ഷൻസ് ഇവർ പ്രോസസ് ചെയ്തു എന്നത് ഇവരുടെ ഹൗസ് ഹോൾഡ് SIP ബ്രാഞ്ച് വാല്യൂ തെളിയിക്കും. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കിയാൽ ഓപ്പറേഷണൽ റവന്യൂ കഴിഞ്ഞ വർഷത്തേക്കാൾ 17% വർദ്ധിച്ചു. എങ്കിലും മുൻ ക്വാർട്ടറിനെ അപേക്ഷിച്ച് പ്രവൃത്തി ദിവസങ്ങൾ കുറവായതിനാൽ മുൻ ക്വാർട്ടറിനേക്കാൾ 2% ഇടിവ് വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 16% വളർന്നപ്പോൾ മുൻ ക്വാർട്ടറിലെ ഉയർന്ന അതർ ഇൻകം നോർമലൈസ് ചെയ്തത് 2% പാറ്റ് കുറയാൻ കാരണമായി. ഫിനാൻഷ്യൽ 2026 മുഴുവൻ സാമ്പത്തിക വർഷത്തെ പ്രകടനം നോക്കിയാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 18% വളർച്ച കാണും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 18%, നെറ്റ് പ്രോഫിറ്റ് 16%ആയും ഉയർന്നു. ROE 32.9%. 4 ക്വാർട്ടറുകളിലും ഓപ്പറേറ്റിംഗ് മാർജിൻസ് പെർ യൂണിറ്റ് ഓഫ് AUM സ്ഥിരമായി നിലനിർത്താൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നേറുന്ന ഒരു ബിസിനസ് രീതിയാണ് HDFC AMC പിന്തുടരുന്നത്. ഇനി നമുക്ക് HDFC AMCയുടെ യഥാർത്ഥ കരുത്ത് വ്യക്തമാക്കുന്ന ഇവരുടെ P&L ട്രെൻഡിലേക്ക് കടക്കാം. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മികച്ച വളർച്ചയും അതിലുപരി സൂപ്പർ ഹൈ മാർജിൻസുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ 2023 2,478 കോടി ആയിരുന്നത് 2024 3,159 കോടിയായും 2026 ഫിനാൻഷ്യൽ ഇയറിൽ അത് 4,119 കോടിയായും ഉയർന്നു. അതായത് വളരെ ശക്തമായ ഒരു ഡബിൾ ഡിജിറ്റ് കോമ്പൗണ്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്.
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കാര്യമെടുത്താൽ ഫിനാൻഷ്യൽ ഇയർ 2023 1929 കോടിയിൽ നിന്ന് ഫിനാൻഷ്യൽ ഇയർ 2025 3346 കോടി വരെ എത്തി. 2026 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വർദ്ധിച്ചതിനാലും മറ്റ് ഫാക്ടേഴ്സ് നോർമലൈസ് ചെയ്തതിനാലും ഇത് നേരിയ തോതിൽ കുറഞ്ഞ് 3297 കോടി ആയിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. ഫിനാൻഷ്യൽ ഇയർ 2023 78% 2024 80%, 2025 83%, ഇപ്പോൾ 2026 ഫിനാൻഷ്യൽ ഇയറിൽ വീണ്ടും 80% തന്നെ തുടരുന്നു. അതായത് കൺസിസ്റ്റന്റ് ആയി ഹൈ ഓപ്പറേറ്റിംഗ് മാർജിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞു. ലാഭത്തിന്റെ കാര്യത്തിലും ഇതേ പോസിറ്റീവ് ട്രെൻഡ് തുടരാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ 2023 1424 കോടി ആയിരുന്ന പാറ്റ് 2026 ഫിനാൻഷ്യൽ ഇയറിൽ എത്തുമ്പോൾ ഏകദേശം 2859 കോടിയായി ഉയർന്നു. അതായത് അവസാന വർഷം മാത്രം 16% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും ഉയർന്ന മാർജിൻസ് ഇവർക്ക് നിലനിർത്താൻ കഴിയുന്നത്? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണ് ഉള്ളത്. ആദ്യം, അസറ്റ് ലൈറ്റ് ബിസിനസ്. ഇതൊരു ഫീ ഡ്രിവൺ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ മൂലധന ചെലവ് വളരെ കുറവാണ്. രണ്ടാമതായി, ഇക്വിറ്റി ഹെവി AUM ആണ് കമ്പനി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് ഉയർന്ന വരുമാനം നേടാൻ കമ്പനിക്ക് സാധിക്കുന്നു. അടുത്തത്, ഓപ്പറേറ്റിംഗ് ലിവറേജ്. AUM വളരുന്ന അത്ര വേഗത്തിൽ ഇവരുടെ ജീവനക്കാരുടെ ചെലവോ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റോ വർദ്ധിക്കുന്നില്ല. ബാലൻസ് ഷീറ്റിൽ കടബാധ്യതകൾ ഇല്ലാത്തതിനാൽ ഫണ്ടിംഗ് കോസ്റ്റോ ക്രെഡിറ്റ് കോസ്റ്റോ ഇവരെ ബാധിക്കുന്നില്ല. കൂടാതെ ഇവരുടെ ക്യാപിറ്റൽ എഫിഷ്യൻസി നോക്കിയാൽ ROCE 40% മുകളിലും ROE 33%. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യകതയും പരിമിതമായ ക്യാപെക്സ് നീഡ്സും ഈ ലാഭക്ഷമതയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഉയർന്ന മാർജിനും എഫിഷ്യൻസിയും നൽകുന്ന മറ്റൊരു കമ്പനി കണ്ടെത്തുക തന്നെ പ്രയാസമാണെന്ന് പറയാം. ഇനി നമുക്ക് HDFC AMCയുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു വമ്പൻ ക്യാഷ് മെഷീൻ ആണ്. എങ്ങനെയാണെന്നല്ലേ? കമ്പനിയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ 2025 107 കോടിയിൽ നിന്ന് 2026 214 കോടിയായി മാറിയിട്ടുണ്ട്. ഇത് പുതിയ ക്യാപിറ്റൽ സമാഹരിച്ചതുകൊണ്ടല്ല, മറിച്ച് ഫേസ് വാല്യൂവിൽ വന്ന മാറ്റങ്ങൾ കാരണമാണ്. അതേസമയം കമ്പനിയുടെ റിസർവ്സ് വളരെ കൃത്യമായി വളരുന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 6972 കോടി, 2025 8027 കോടി, ഫിനാൻഷ്യൽ ഇയർ 2026 9017 കോടി. നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി നൽകാത്ത ഭാഗമാണ് റിസർവ്സിലേക്ക് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലയളവിൽ ഉടനീളം കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റ് 0 ആണെന്നതാണ്. കമ്പനിയുടെ ഗ്രോത്ത് പൂർണ്ണമായും സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ അസറ്റ് പരിശോധിച്ചാൽ ഭൂരിഭാഗവും നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ ഇയർ 2026 ഇത് 9396 കോടിയാണ്. വലിയ ഫാക്ടറികളോ കെട്ടിടങ്ങളോ നിർമ്മിക്കുന്നതിന് പകരം കമ്പനിയുടെ സർപ്ലസ് ക്യാഷ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകളിലുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അസറ്റ് ലൈറ്റ് മോഡൽ എന്ന് വിളിക്കുന്നത്. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഡേറ്റ പരിശോധിച്ചാൽ ഇതൊരു യഥാർത്ഥ ക്യാഷ് മെഷീൻ ആണെന്ന് മനസ്സിലാക്കാം. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫിനാൻഷ്യൽ ഇയർ 2026 2530 കോടിയാണ്. ഇതിൽ വലിയൊരു ഭാഗം ഡിവിഡൻഡായി നിക്ഷേപകർക്ക് നൽകുന്നു. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നോക്കിയാൽ ഫിനാൻഷ്യൽ 2024 77% ആയിരുന്നത് 2026 81% ഉയർന്നു. അതായത് ബിസിനസ് ആവശ്യങ്ങൾക്കും പുതിയ ഉൽപ്പന്നങ്ങൾക്കുമായി മാറ്റിവെക്കുന്ന ചെറിയൊരു വിഹിതം ഒഴിച്ച് ബാക്കി ലാഭമെല്ലാം കമ്പനി ഷെയർ ഹോൾഡർമാർക്കാണ് നൽകുന്നത്. HDFC AMCയുടെ ബാലൻസ് ഷീറ്റ് വളരെ ക്ലീൻ ആണ്. കടബാധ്യതകളില്ലാത്ത ഉയർന്ന ലിക്വിഡിറ്റിയുള്ള ഒരു കമ്പനിയാണിത്. കയ്യിലുള്ള സർപ്ലസ് ക്യാഷ് ഉപയോഗിച്ച് ഇവർക്ക് പുതിയ ഓൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോംസിലേക്ക്, ഉദാഹരണത്തിന് AIF, പ്രൈവറ്റ് ക്രെഡിറ്റ് പോലുള്ളവയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താനും ഉയർന്ന ഡിവിഡൻഡ് നൽകാനും സാധിക്കും. ഇനി ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിലെ വോളറ്റാലിറ്റിയും HDFC AMCയുടെ സ്റ്റോക്ക് പ്രൈസും തമ്മിലുള്ള ബന്ധമാണ്. സത്യത്തിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ 2026 അത്ര എളുപ്പമുള്ള ഒരു വർഷമായിരുന്നില്ല. നിഫ്റ്റി 50 അതിന്റെ ഹൈ ലെവലിൽ നിന്ന് ഏകദേശം 7% താഴേക്ക് പോയി.
ഇക്വിറ്റി ഇൻഫ്ലോയിൽ വലിയ ഇടിവ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇൻഡസ്ട്രിയിൽ അത് വെറും 6% മാത്രമായി ഒതുങ്ങി. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും HDFC-AMCയുടെ കോർ റവന്യൂ 18% ഉയർന്നു എന്നത് നിക്ഷേപകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ശക്തമായ SIP ഫ്ലോയും വർഷത്തിന്റെ ആദ്യ പകുതിയിലുണ്ടായ ഇക്വിറ്റി AUM അപ്രിസിയേഷനുമാണ് ഇതിന് കമ്പനിയെ സഹായിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടും HDFC-AMCയുടെ ഓഹരി വില ഏകദേശം 20 മുതൽ 30% വരെ റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത്. ബ്രോഡർ ഇൻഡെക്സുകളെക്കാളും മറ്റു പല പിയർ കമ്പനികളെക്കാളും മികച്ച പ്രകടനമാണിത്. പ്രധാനമായും 3 കാരണങ്ങളാണ് മാർക്കറ്റ് ഈ സ്റ്റോക്കിന് നൽകുന്ന വാല്യുവിന് പിന്നിൽ. മാർക്കറ്റ് ഷെയർ റിക്കവറി, നഷ്ടപ്പെട്ട മാർക്കറ്റ് ഷെയർ കമ്പനി തിരിച്ചു പിടിക്കുന്നത്. മാർജിൻ റിസൈലൻസ്, ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ കട്ട്സ് പോലുള്ള വെല്ലുവിളികൾക്കിടയിലും അവരുടെ മാർജിൻ സംരക്ഷിക്കാൻ കമ്പനിക്ക് കഴിയുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്, ഉയർന്ന മാർജിൻ ലഭിക്കുന്ന ഓൾട്ടർനേറ്റീവ് ബിസിനസ്സുകളിലുള്ള വളർച്ച. ദ ഡബിൾ ഡിജിറ്റ് സ്വാഡ്, മാർക്കറ്റ് വോളറ്റാലിറ്റി എപ്പോഴും AMCകൾക്ക് ഒരു ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ്. ഒരു വശത്ത് അത് വെല്ലുവിളിയാണെങ്കിൽ മറുവശത്ത് അതൊരു അവസരം കൂടിയാണ്. എന്നാൽ HDFC-AMCയെ പോലുള്ള ഒരു റീറ്റെയിൽ SIP ഹെവി ആയുള്ള ഫ്രാഞ്ചൈസികൾക്ക് ഇത് പലപ്പോഴും ഗുണമാകാറുണ്ട്. മാർക്കറ്റ് കറക്ഷൻ സംഭവിക്കുമ്പോൾ താൽക്കാലികമായി AUM-ൽ ഇടിവ് വരാമെങ്കിലും കുറഞ്ഞ വിലയിൽ കൂടുതൽ യൂണിറ്റുകൾ സമാഹരിക്കാൻ ഇത് സഹായിക്കും. പിന്നീട് മാർക്കറ്റ് നോർമലൈസ് ചെയ്യുമ്പോൾ ഇത് വലിയ ലാഭത്തിലേക്ക് വഴി തുറക്കുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ തളർന്നു നിൽക്കുന്ന സമയത്തും HDFC-AMC ഓഹരികൾ റീറേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ലോജിക്ക് ഇതാണ്. വിപണിയിലെ ഭയത്തെ അവസരമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കമ്പനിക്ക് ഉള്ളത്. നമ്മൾ ഇത്രയും ഡേറ്റുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായും ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു ചോദ്യം ഇതാകും: HDFC-AMCയുടെ ഗ്രോത്ത് അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞു, അതോ ഇനിയും വലിയ വളർച്ചാ സാധ്യതകൾ ഈ കമ്പനിക്ക് മുന്നിലുണ്ട്? ആളുകൾ തങ്ങളുടെ സമ്പാദ്യം സ്വർണത്തിൽ നിന്ന് റിയൽ എസ്റ്റേറ്റിൽ നിന്നും മാറി മ്യൂച്വൽ ഫണ്ടുകളിലേക്കും SIPകളിലേക്കും കൂടുതലായി മാറ്റുന്നത് കമ്പനിക്ക് വലിയ അവസരമാണ്. ബാങ്ക് മെർജറിന് ശേഷം HDFCയുടെ വിപുലമായ ബാങ്കിംഗ് ശൃംഖല വഴി ചെറിയ നഗരങ്ങളിലേക്ക് കൂടി തങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാൻ ഇവർക്ക് സാധിക്കും. PMS, AIFs, പ്രൈവറ്റ് ക്രെഡിറ്റ് തുടങ്ങിയ ബിസിനസ്സുകൾ വികസിപ്പിക്കുന്നതിലൂടെ പരമ്പരാഗത മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ഉയർന്ന ഫീ ഈൽഡ്സ് നേടാൻ കമ്പനിക്ക് കഴിയും. ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികൾ നോക്കിയാൽ തീർച്ചയായും ഏതൊരു ബിസിനസിനെയും പോലെ ഇവിടെയും ചില റിസ്കുകളുണ്ട്. സെബിയുടെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ സംബന്ധിച്ച നിയമങ്ങൾ വരുമാനത്തെ കൂടുതൽ ബാധിച്ചേക്കാം. കൂടാതെ പാസീവ് പ്ലാൻസ്, പുതിയ AMC കമ്പനികൾ എന്നിവയിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ഒരു വെല്ലുവിളിയാണ്. ബിസിനസ് പൂർണ്ണമായും ഇക്വിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ മാർക്കറ്റിൽ വലിയ തകർച്ചയുണ്ടായാൽ അത് AUM-നെയും വരുമാനത്തെയും ബാധിച്ചേക്കാം. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് HDFC-AMC എന്നത് കോമ്പൗണ്ടർ വിത്ത് സൈക്ലിക്കാലിറ്റി ആണ്. അതായത് 30% ROE, ഉയർന്ന ഫ്രീ ക്യാഷ് ഫ്ലോ, 80% ഓപ്പറേറ്റിംഗ് മാർജിൻസ് എന്നിവയുള്ള വളരെ ക്ലീൻ ആയ ഒരു ബിസിനസ് മോഡലാണിത്. എങ്കിലും മാർക്കറ്റ് സൈക്കിളുകൾക്കും റെഗുലേറ്ററി മാറ്റങ്ങൾക്കും അനുസരിച്ച് ഇതിലെ വരുമാനത്തിൽ ചെറിയ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തത് 40 ടൈംസ് ട്രെയിലിംഗ് ഏർണിംഗ്സിന് മുകളിലാണ്. ഇതിനർത്ഥം വരും വർഷങ്ങളിലും കമ്പനി മികച്ച രീതിയിൽ ഹൈ ടീൻസ് ഏർണിംഗ്സ് ഗ്രോത്ത് നിലനിർത്തുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ വാങ്ങുന്ന വിലയേക്കാൾ നിങ്ങളുടെ പൊസിഷൻ സൈസിങ്ങിനും ടൈം ഹൊറിസോണുമായിരിക്കണം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഓർക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയുള്ള അനാലിസിസ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറിനെ സമീപിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു സ്റ്റോക്കുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.